ക്രിസ്മസിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് ഒരുങ്ങുന്നത് സത്യത്തിൽ കച്ചവടക്കാരാണ്. കണക്കുകളനുസരിച്ച് ലോകം മുഴുവൻ ഏറ്റവും കൂടുതലായിട്ട് കച്ചവടം നടക്കുന്നത് ക്രിസ്മസ് കാലത്താണ്. എന്തെന്ത് ഗിഫ്റ്റുകളാണ് നമ്മൾ വാങ്ങിച്ചു കൂട്ടാറുള്ളത്. നിങ്ങൾ തന്നെ എത്രമാത്രം ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും, കൊടുത്തിട്ടുണ്ടാകാം, സ്വീകരിച്ചിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ദൈവം നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റായി മാറി. ഇനി നമ്മൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? എമേഴ്സിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. എമേഴ്സൺ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, ദ ഗിഫ്റ്റ്സ് ആർ ദ എക്സ്ക്യൂസസ് ഫോർ ദ റിയൽ ഗിഫ്റ്റ്. ദ റിയൽ ഗിഫ്റ്റ് ഈസ് എ പോർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് സത്യത്തിൽ റിയൽ ഗിഫ്റ്റിനുള്ളൊരു എക്സ്ക്യൂസ് മാത്രമാണ്. റിയൽ ഗിഫ്റ്റ് നിങ്ങളെ തന്നെ നൽകലാണ്. അങ്ങനെ എന്നെ തന്നെ ഒരല്പം മെച്ചപ്പെട്ട വ്യക്തിയാക്കി ഞാൻ മറ്റുള്ളവർക്ക് പകർന്ന് നൽകുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അങ്ങനെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഗിഫ്റ്റാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അങ്ങനെ നമ്മെ തന്നെ ഒരു ഗിഫ്റ്റാക്കി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു 4-5 ഗിഫ്റ്റുകളെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത്തവണ ഈ 5 ഗിഫ്റ്റുകൾ നമുക്ക് ചുറ്റുമുള്ളവർക്കെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കെങ്കിലും കൊടുക്കുന്നതിനെക്കുറിച്ച് സ്നേഹത്തോടൊന്ന് ചിന്തിച്ചുകൂടെ? എൻ്റെ ക്ഷമയോടെ ഒന്ന് കേൾക്കണേ. 5 കാര്യങ്ങൾ. 1, സന്ദർശനം. 2, സാമീപ്യം. 3, സ്പർശം. 4, സന്ദേശം. 5, സന്തോഷം. 1, സന്ദർശനം. സുന്ദരമായ ഹൃദയത്തെ തൊടുന്നൊരു കവിതയുണ്ട്. ഒരാൾ വലിയ തിരക്കുള്ള ബിസിനസ്മാൻ ഒരു ഫ്ലവർ ഷോപ്പിൽ ചെന്ന് അമ്മയ്ക്ക് വേണ്ടി ഒരു ബൊക്ക ഓർഡർ ചെയ്യുന്നു. അമ്മയ്ക്ക് പിറന്നാൾ ആശംസയായിട്ട് അത് അയച്ചു കൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. തിരക്കുള്ള മനുഷ്യനാണല്ലോ. അയാൾ തിരക്ക് പിടിച്ച് പോകാൻ തുടങ്ങുമ്പോൾ അടുത്ത് നിൽക്കുന്നൊരു കുട്ടി വല്ലാത്ത വേവലാതി കലർന്ന മുഖത്തോടു കൂടി അവൻ പറയുന്നു, സാറേ ക്ഷമിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ അമ്മയുടെ പിറന്നാളാണ് ഇന്ന്, 2-3 പൂക്കൾ വാങ്ങാനുള്ള കാശ് തരണം. അയാൾ കരുണാർദ്രതയോടുകൂടി അവന് പണം കൊടുത്തു. ആവശ്യത്തിലേറെ പണം കൊടുത്തു. പൂക്കളൊക്കെ അവൻ വാങ്ങി സന്തോഷത്തോടെ അവൻ നടന്നു നീങ്ങുന്നത് ഇയാൾ കണ്ടു. ഇയാൾ പിന്നെ മറ്റേതോ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഈ പയ്യനെ കണ്ടു ഒരു സെമിത്തേരിയുടെ മുമ്പിൽ. അവിടെ ഒരു കല്ലറയ്ക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് അവൻ അമ്മയ്ക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ പാടുകയാണ്. അവൻ്റെ അമ്മ ആ കല്ലറയ്ക്കുള്ളിൽ മരവിച്ച് കിടക്കുകയായിരിക്കണം. ഇയാൾക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നുപോയി. അയാൾ നേരെ തിരിഞ്ഞ് ഫ്ലവർ ഷോപ്പിലേക്ക് ചെന്നിട്ട് അവിടെ നിൽക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, ആ ബൊക്കെ ഞാൻ തന്നെ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഒരു പക്ഷേ ഇനി അധിക സമയം കിട്ടിയില്ലെങ്കിലോ, അമ്മയ്ക്കോ എനിക്കോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് കാലത്ത് സന്ദർശനം നടത്തുന്ന ദൈവത്തെയാണല്ലോ നമ്മൾ ഓർമ്മിക്കുക. ഇമ്മാനുവൽ എന്നാണ് ദൈവത്തെ നാം വിളിക്കുക. ദൈവം നമ്മോട് കൂടെ എത്തുന്ന ഒരാളുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരൊന്ന് സന്ദർശിക്കാൻ സമയം കണ്ടെത്തുക. അതിന് സമയമില്ലാത്ത വിധത്തിൽ നമുക്കൊക്കെ തിരക്കുണ്ട്. റീച്ച് ഔട്ട്. അതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. മറ്റുള്ളവരൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലുക. അതിനെനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് കുറ്റപ്പെടുത്തി തുടങ്ങണം. എന്തിന് തിരക്ക്? ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഓട്ടം ഒന്ന് നിർത്തിയിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്കൊന്ന് നടക്കാൻ തുടങ്ങുക. അതിനുള്ള സമയമാണ്. കൃപ നിറഞ്ഞ നടത്തത്തിൻ്റെ സമയം. മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ വീടുകളിലേക്ക് നടക്കാനുള്ള സമയം. അതാണ് ക്രിസ്മസ് എന്ന് തിരിച്ചറിയുക. 2, സാമീപ്യം. നിങ്ങൾ സന്ദർശനം നടത്തി ഒരാളുടെ വീട്ടിലേക്ക്, അയാളുടെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രസൻസ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വളരെ സുന്ദരമായിട്ടുള്ളൊരു ചെറുകഥ മിസ്റ്റർ ആബ്സെൻറ്റ് എന്ന പേരിലുണ്ട്. മിസ്റ്റർ ആബ്സെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അയാൾ ഒരിടത്തും പ്രസൻ്റ് അല്ല. അയാൾ
പള്ളിയിലായിരിക്കുമ്പോൾ പള്ളിമുറ്റത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചിരിക്കും, പള്ളിമുറ്റത്തെല്ലുമ്പോൾ പള്ളിക്കകത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അയാളുടെ ഭാര്യയുമായിട്ടിരിക്കുമ്പോൾ പ്രണയിനികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനി അമ്മയോടപ്പനോടൊപ്പം നിൽക്കുന്ന സമയത്ത് അയാൾ കുട്ടികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരിടത്തും അയാൾ പ്രസൻ്റ് അല്ല, എല്ലായിടത്തും അയാൾ ആബ്സെൻ്റാണ്. അവസാനം ഒരു കഥാപാത്രം പറയുന്നുണ്ട്, മിസ്റ്റർ ആബ്സെൻറ്റ്, യു ആർ അൾട്ടിമേറ്റ്ലി ആൻ ആബ്സെൻറ്റ് ഗൈ ആൻഡ് യു വിൽ കണ്ടിന്യൂ ടു ബി ആബ്സെൻറ്റ് ഫോർ എവർ ആൻഡ് എവർ. ഇതാണ് ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സാമീപ്യം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും പ്രസൻ്റാണ് ഫിസിക്കലി, എന്നാൽ യഥാർത്ഥത്തിൽ ആബ്സെൻ്റാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടല്ലാതായി മാറും. ഒരു കൗമാരക്കാരി കുട്ടി വീട് വിട്ട് പോയി കഴിഞ്ഞപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടി തേടി പിടിച്ച് അവളെ കണ്ടെത്തി. ആരും അവളോട് ചോദിച്ചു, നീ എന്തിനാണ് ആ വീട് വിട്ടു പോകുന്നത്? അവൾ വളരെ കൂളായിട്ട് പറഞ്ഞു, അതിനെയൊക്കെ ആരെങ്കിലും വീടെന്ന് വിളിക്കുമോ? അവൾക്കവിടെ സാമീപ്യം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അമ്മ എന്തോ തെറ്റ് കാണിച്ച മകനെ നന്നായിട്ട് തല്ലുകയാണ്. തല്ലലേറ്റ് അവൻ കരഞ്ഞു തുടങ്ങിയപ്പോൾ അമ്മയും കരഞ്ഞു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു. പിന്നെ ചിരിക്കുകയും ചെയ്തു. കണ്ടു നിന്ന ഈ പയ്യൻ്റെ കൂട്ടുകാരൻ, അവൻ അനാഥ പയ്യനാണ്. അവൻ ഈ അമ്മയോടൊരു ചോദ്യം, അമ്മ എന്നെ കൂടെ ഒന്ന് തല്ലുമോ? അവർ ചോദിച്ചു, എന്തിനാ മോനെ? അല്ല, ഇങ്ങനെ തല്ലാനും തലോടാനും എനിക്കാരും ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ചില സാമീപ്യങ്ങൾ എത്ര സുന്ദരമായിരുന്നു, എത്ര സമ്പന്നമായിരുന്നു നമ്മൾ മനസ്സിലാക്കുക, ആ സാമീപ്യങ്ങൾ ഇല്ലാതാവുമ്പോഴാണ്. ചില ആളുകൾ വീട് വിട്ടു പോകുമ്പോഴാണ് വീട് തന്നെ ഒഴിഞ്ഞുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് നമ്മളും ആളുകളെ സന്ദർശിച്ചുകൊണ്ടായില്ല, സാമീപ്യം കൂടി കൊടുക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. 3, സ്പർശം. നമ്മൾ എലിസബത്തിനെ സന്ദർശിച്ച മാതാവിൽ നിന്നും ഒരു പാഠം പഠിക്കണം. അവിടെ മാതാവ് ചെന്ന് കഴിഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷം കൊണ്ട് കുതിച്ചാടിയത്രേ. അവൾ കണ്ണുകൊണ്ടും കൈകൊണ്ടും ഹൃദയം കൊണ്ടൊക്കെ ആ വ്യക്തിയെ സ്പർശിച്ചിട്ടുണ്ടാകണം. സ്പർശം നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. നമുക്ക് അതിന് സാധിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുകയാണ്, മറുനാട്ടിൽ താമസിക്കുമ്പോൾ ഒരു ആശുപത്രിയിലാണ് എൻ്റെ താമസക്കാലം. ഞാൻ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത് ഒരു ഹാഫ് ഫിലിപ്പീനോ ഹാഫ് സ്പാനിഷ് ആയ സ്ത്രീ, 103 വയസ്സ് കഴിഞ്ഞു. അവർ കണ്ണ് കണ്ടുകൂടാ, അവർ സ്പാനിഷേ സംസാരിക്കൂ, അല്ലെങ്കിൽ അവർ തഗാലിഗ് സംസാരിക്കും. ഞാൻ ഇംഗ്ലീഷോ മലയാളമേ സംസാരിക്കുകയുള്ളൂ. എന്നിട്ടും ഞങ്ങൾ ഒരുപാട് സമയം എല്ലാ ദിവസവും സംസാരിച്ചിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അവരുടെ പഞ്ഞു പോലത്തെ കയ്യിൽ വെറുതെ അമർത്തിക്കൊണ്ടിരുന്നു. പിന്നീട് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. അവരുടെ ആയയിൽ നിന്ന് അവരുടെ ഭീമമായ സ്വത്തൊക്കെ എൻ്റെ പേരിൽ എഴുതി വെക്കാൻ വരെ അവർ ആഗ്രഹിച്ചിരുന്നു. ഞാനവിടെ എന്ത് മാന്ത്രിക വിദ്യയാണ് ചെയ്തത്? അത്ര കാലമായിട്ട് ഞാൻ അവരെ സ്നേഹിച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടെ ജീവിതത്തിൽ അത്ര പ്രധാനപ്പെട്ട ആളായിരുന്നു? അല്ല. ആകെ ചെയ്തത് അല്പസമയം കണ്ടെത്തി അവരോടൊപ്പം ഇരുന്നു, അവരെ ഒന്ന് തൊട്ടതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തെ ആഴമായി തൊടുന്നൊരു അനുഭവം അവർക്കുണ്ടാകാം. വലിയ ഇല്ലാതിരുന്നിട്ട് കൂടി ഇങ്ങനൊരു മാന്ത്രികത സംഭവിക്കുന്നുണ്ടല്ലോ. വീണ്ടും ഞാൻ ഓർക്കുക, എൻ്റെ അമ്മ മരിക്കുന്ന സമയമാണ്. മരിക്കുന്നതിന് തലേ ദിവസം അമ്മ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, എൻ്റെ കൈയൊന്ന് പിടിക്കുമോ, അല്പം തന്നെ പിടിച്ചങ്ങനെ ഇരിക്കുമോ. അങ്ങനെ പിടിച്ചിരിക്കുന്ന നേരത്ത് ഞാൻ ഓർത്തു, വേണ്ടതുപോലെ അമ്മയെ തൊട്ടിട്ടുണ്ടാകാം, സ്നേഹിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാകാം. എന്നാലും ഒരാൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുത്തിമുറിവേൽപ്പിക്കുന്ന കുറേ ചോദ്യങ്ങൾ വരും. നൽകേണ്ടതൊക്കെ നൽകിയോ? ആർദ്രമായിട്ട് ആഴമായിട്ട് തൊടേണ്ടവരെയൊക്കെ തൊട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ലാത്ത റിഗ്രറ്റിൻ്റെ ചോദ്യങ്ങൾ വന്ന് നമ്മളെ മുറിപ്പെടുത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെ ആഴമായിട്ട് സ്പർശിക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റുന്നില്ല, അവർക്ക് സന്ദേശമെങ്കിലും അയക്കുക. പണ്ടത്തെ സുന്ദരമായ രീതിയാണല്ലോ എഴുതുക എന്നുള്ളത്. അതൊക്കെ ഇത്ര സുന്ദരമായ കാര്യങ്ങളായിരുന്നു. എഴുത്ത് കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടായിരുന്നു. ക്രിസ്മസ് കാർഡുകൾ കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ടായിരുന്നു. നമുക്കിപ്പോൾ മൊബൈൽ ഫോണിലൂടെ പരമൊഴികളും വാമൊഴികളും ഒക്കെ അയക്കാൻ പറ്റും. പക്ഷേ മൊബൈൽ ഫോണിനകത്ത് തിങ്ങി നിറയുന്ന മെസ്സേജുകൾക്കിടയിൽ വലിയ പ്രസക്തിയില്ലാതായിരിക്കുന്നു.
അതുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നല്ല കാര്യം ഒന്ന് വിളിക്കുക അകലങ്ങളിലുള്ളവരെ. ഇനി അടുത്തുണ്ടായിരുന്നിട്ടും അകലങ്ങളിലായിപ്പോയവരെ അവരെയൊക്കെ ഒന്ന് വിളിക്കാൻ സമയം കണ്ടെത്തുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിച്ച് അവരോട് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ലാത്ത വിധത്തിൽ തിരക്കുണ്ടെങ്കിൽ ആ തിരക്കിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? അതൊരു കൊല്ലുന്ന തിരക്കല്ലേ, അത് മരിപ്പിക്കുന്ന തിരക്കല്ലേ. അങ്ങനെയുള്ള തിരക്ക് കൊണ്ട് എനിക്ക് നേട്ടമില്ല, നിങ്ങൾക്ക് നേട്ടമില്ല. അതുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കുക. ഇവരെയൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ വിളിക്കും, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഇത്തരം പേരെയൊക്കെ ഞാനൊന്ന് വിളിച്ചിരിക്കും. ഒരു പക്ഷേ വിളി കാത്തിരിക്കുന്ന ആരൊക്കെ ഉണ്ടായിരിക്കാം. ഭാര്യയും മക്കളുമായി പിണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ, അയാളെ പരിപൊരുക്കൻ മനുഷ്യനെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അവസാനം ഒരു ക്രിസ്മസ് ദിനത്തിൽ മകന് ഒരു ബോധോദയം, ഒന്ന് വിളിച്ചു കളയാം വെറുതെ. അവൻ വിളിക്കുമ്പോൾ അപ്പുറത്ത് മൗനമാണ്, പിന്നെ ഒരു ഏങ്ങലടി, പൊട്ടിക്കരച്ചിലിനിടയിൽ അയാൾ പറയുന്നുണ്ട്, നീ ഇന്നെങ്കിലും ഒന്ന് വിളിച്ചല്ലോ മോനെ, ഇനിയും നീ വിളിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ആരും എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ചങ്ക് പൊട്ടി അപ്പം ചാകുമായിരുന്നു. ചില മനുഷ്യർ ദുശാട്ടിക്കാരായിരിക്കാം, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ദുശാട്യത്തിൻ്റെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഏതോ പുഴ ഒഴുകുന്നുണ്ട്. ആ പാറക്കെട്ടുകൾക്കിടയിൽ പുഴ മറഞ്ഞു പോയതാണ്. അവിടെ നിങ്ങൾ ആ പാറക്കല്ലൊന്ന് മാറ്റിക്കഴിയുമ്പോൾ പുഴയൊഴുക്ക് വീണ്ടും നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരേക്കൊന്ന് വിളിക്കുക. അവസാനമായിട്ട് സന്തോഷം, സന്ദർശനവും സാമീപ്യവും സ്പർശവും സന്ദേശവും ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ ഒരാൾ സന്തോഷമുള്ള വ്യക്തിയായിട്ട് മാറും. ആർക്കെങ്കിലും സന്തോഷം അല്പം നേരത്തേക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുക. ക്രിസ്മസിൻ്റെ ആരവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പതുക്കെ മയങ്ങിത്തുടങ്ങിയ ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് ചെന്നു. സാധാരണ ഒരു പേപ്പറിൽ അയാൾ അവളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അവൾ കണ്ടെത്തിയിട്ട് എല്ലാ നന്മകളും, അവളുടെ സ്വഭാവ സവിശേഷതകൾ, അവളുടെ ജീവിതത്തിൻ്റെ സമ്പന്നത, ഇതെല്ലാം സുന്ദരമായി അയാൾ എഴുതി വച്ചിരിക്കുകയാണ്. അതവൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാലാഖമാരുടെ പാട്ട് അവൾ കേട്ടിട്ടുണ്ടാകാം, ആട്ടിടയന്മാരുടെ നൃത്തം അവൾ കാണുന്നുണ്ടാകാം, പെട്ടെന്ന് മഞ്ഞു പൊഴിയുന്ന ഒരനുഭവം അവൾക്കുണ്ടാകാം, ഉണ്ണി പിറന്നൊരനുഭവം അവളുടെ ഹൃദയത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാകാം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത്ര കഴകുള്ളൊരു ക്രിസ്മസ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആരെങ്കിലേക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇമ്മാനുവൽ കൂടെ വന്നതിൻ്റെ ഓർമ്മയാണ്. ആരെങ്കിലൊക്കെ സന്തോഷിപ്പിക്കുക. നല്ല യാത്ര നേരുന്നു.